ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടറും മെമ്പറും അതേപോലെ മാനേജിംഗ് ട്രസ്റ്റിയുമായിട്ടുള്ള നമുക്കെല്ലാം പ്രിയപ്പെട്ട ബ്രഹ്മശ്രീ സുരേഷ് പാഴൂരേട്ടന്റെ ഷഷ്ഠബ്ദി പൂർത്തി ആഘോഷങ്ങൾ മെയ് 11-ാം തീയതി കോഴിക്കോട്ട് വെച്ച് നടന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന ബ്ലൂ ഡയമണ്ട് അല്ലെ, ഹോട്ടൽ കിങ് ഫോർട്ട്. സോറി ഹോട്ടൽ കിങ് ഫോർട്ടിൽ വെച്ചായിരുന്നു ആഘോഷങ്ങൾ. നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ഫൗണ്ടർ മെമ്പറും അതുപോലെ ഡയറക്ടർ മെമ്പറുമായ ജയകൃഷ്ണേട്ടൻ, അതേപോലെ തന്നെ ശങ്കര ഗ്രാമത്തിന്റെ കോർഡിനേറ്ററായ ഹരിദാസ്, അതേപോലെ ഫൗണ്ടർ മെമ്പറായ കൃഷ്ണകുമാർ മേനോൻ സർ, അതേപോലെ സ്റ്റേറ്റിംഗ് കമ്മിറ്റി മെമ്പറായ മാധവേട്ടൻ തുടങ്ങിയവർ നമ്മുടെ ഈ ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനമാണ്. കാരണം സുരേഷ് ഏട്ടനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് ഒരു എന്താ പറയാ ഒരു ആമുഖമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഗുരുസ്മരണയോടുകൂടി ഇന്നത്തെ ഈ ചടങ്ങ് ആരംഭിക്കാം. ഞാൻ ഈ ഗുരുസ്മരണയ്ക്കായി നമ്മുടെ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി സജന രാജേഷിയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിത ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാത് ഭവതവ ശിഖാ താപപാപച്യമാനാ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യ രൂപ. ജയശങ്കര. വളരെ സന്തോഷം സജനാജി. അടുത്തതായി ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സുരേഷ് ഏട്ടനെ കുറിച്ച് ഇവിടുന്ന് കൂടിയിരിക്കുന്ന പലർക്കും പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അദ്ദേഹത്തിന്റെ നന്മയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ച്, ബിഹേവിയറിനെ കുറിച്ച്, ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക്. കാരണം കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ജയേട്ടൻ പറഞ്ഞു, ജയേട്ടൻ ഇപ്പൊ 15 മിനിറ്റേ ഉള്ളെന്ന് പറയുന്നു. അപ്പൊ ആദ്യമായി ഞാൻ ജയേട്ടനെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം ജയശങ്കര. സുരേഷ് ഏട്ടനെ കുറിച്ച് എനിക്കിനി പറയാനൊന്നുമില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് പറയുകയും ആശംസകൾ പറയുകയും നമ്മളുടെ ഫൗണ്ടേഷൻ വേണ്ടി പറയും. എന്നിരുന്നാലും അതിമനോഹരമായ ഒരു 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 എന്താണ് മംഗളപത്രം അവിടെ സമർപ്പിക്കുകയുണ്ടായി. ഈ മംഗളപത്രം സമർപ്പിച്ചത് സുരേഷ് ഏട്ടന്റെ കൂട്ടത്തിൽ കോളേജിൽ പഠിച്ച കുട്ടികളെല്ലാവരും 36 പേര് ചേർന്ന് അത് കാവാലം ശശികുമാറിനെ കൊണ്ടോ മറ്റോ എഴുതിച്ച്. അപ്പൊ അതിനകത്ത് സുരേഷ് ഏട്ടന്റെ സ്വഭാവം, കണക്കിലെ കൃത്യത, സംഘടനാ പാടവത്വം, ഇതെല്ലാം അതിന്റെ കുറച്ച് വരികൾ ഞാനൊന്ന് വായിക്കാം ഇറങ്ങുന്നിടം വരെ. അപ്പൊ ആ മംഗളപത്രം എനിക്ക് വളരെയധികം ഭംഗിയായിട്ട് തോന്നി. അതിലുപരി അത് വളരെ ഭംഗിയായിട്ട് ആലപിക്കുകയും ചെയ്തു ഗൗരി നരിപ്പറ്റ എന്ന് പറഞ്ഞൊരു കുട്ടി. ഞാൻ അതൊന്ന് വായിക്കാം. ശ്രീധർമ്മശാസ്ത്ര കോളേജ് ചേർപ്പുളശ്ശേരിയാണ് ഈ മംഗളപത്രം തയ്യാറാക്കി സുരേഷ് ഏട്ടന് കൊടുത്തത്. കണക്കിൽ കണിശക്കാരൻ, കളിയിൽ കമ്പമേറിയോൻ, തോട്ടയം നാടകം നർമ്മം കഥയും ചെന്ന വൈഭവൻ, അദ്വൈതപ്പൊരുളും തേടി രണ്ടില്ലെന്നതു കണ്ടവൻ, തെക്കും വടക്കുമില്ലാത്ത ദിക്കെല്ലാമേ ചരിച്ചവൻ, ഉഗ്രനം സൂര്യനെ പോലെ ഉരുകും വെണ്ണ പോലവേ, വെണ്ണിലാവാണു വാക്കിന്മേൽ ധൃതിയാൽ അതിവേഗവാൻ, ചിരിയെക്കാളും ചിരിപ്പിക്കും നർമ്മമോതുന്ന നന്മവാൻ, നല്ല വാക്കാലിണക്കുന്ന സൗമ്യ സംയോജകശ്രുതൻ, നടനായും നടിപ്പിച്ചും നാടിൻ സ്പന്ദമറിഞ്ഞൊരാൾ, നാടകീയ മുഹൂർത്തങ്ങൾ ജീവിതം കൊണ്ടു തീർപ്പൊരാൾ, ചങ്ങാതിയാണ് കൂട്ടർക്ക് മങ്ങാത്തോർമ്മകളുള്ളൊരാൾ, തൗര്യത്രകങ്ങൾ ഒന്നിച്ചിട്ടാട്ടമാടിച്ചിടുന്നവൻ, ചിട്ടയേത് വടക്കാണോ തെക്കാണോ
തർക്കമടഞ്ഞവൻ കല്ലടിക്കോട് കപ്ലിങ്ങാട്ടല്ല വെട്ടത്ത് ശ്രേഷ്ഠനായി ഷഷ്ടിപൂർത്തിയോടടുപോന്നുത്തരാർത്ഥത്തിൽ ഉദ്ധതം ഉത്തരോത്തരമായി ശ്രേഷ്ഠ ജീവിതാനന്ദലീലകൾ നീണാൾ വാഴുക വാമഭാഗമരുളും ശ്രീയൊത്തു ശീലത്തോടെ പാഴാക്കാതെ നിമേഷമൊന്നും ഒരു നാളും വാഴ്ക ശോഭിച്ചിടൂ. നീണാൾ വാഴുക വാമഭാഗമരുളും ശ്രീയൊത്തു ശ്രീലത്തോടെ പാഴാക്കാതെ നിമേഷമൊന്നും ഒരു നാളും വാഴ്ക ശോഭിച്ചിടൂ. ദീപം രണ്ടു വശത്തുമുണ്ടവ തെളിക്കും വെട്ടമെന്നും ശുഭം മേളിക്കാം തവ ശിങ്കിടിപ്പണിക്കു ഹൃദയാനന്ദത്തോടി ഞങ്ങളും. പിന്നെ മറ്റൊന്ന്, ശ്രീ സുരേഷ് പാഴൂരിന് ഷഷ്ഠബ്ദി പൂർത്തി ദിനാശംസകൾ. പേരേറും തോടയത്തൻ ട്രഷർ അലിവഴും ശുദ്ധ നൈർമല്യ ചിത്തൻ ചാരുത്വം പാരമേന്തും പകർന്നോൻ സാരജ്ഞൻ ശ്രീ സുരേഷിൻ 60 തികയും നാളിതിൻ സ്നേഹപൂർവം നേരുന്നു ഞാൻ ശതായു സതമതിബുധഭരിതം സാർത്ഥമാകട്ട ജന്മം. അപ്പൊ ഇത് കൂടാതെ പിന്നെ ഉണ്ടായത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ശുദ്ധിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുന്നത് ചടുലതയ്ക്ക് പകരം ബ്ലഡ് പ്രഷറിനെ കുറിച്ച് കുറെ കൂടെ ഭംഗിയായിട്ട് പറയണം. അദ്ദേഹത്തിന് ഒരു എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം. ഉത്സാഹം നാം പുരുഷ സമൂഹം ഉപൈതു ലക്ഷ്മം എന്നാണല്ലോ. എല്ലാ കാര്യങ്ങളിലും അതീവമായ ശ്രദ്ധയും പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ളത് വ്യഗ്രതയും ആത്മാർത്ഥതയും. എന്നോട് അദ്ദേഹത്തിന്റെ ജനറൽ മാനേജർ എന്ന് പേഴ്സണലായിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. എന്റെ സ്പീച്ചെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ഒറ്റ കാര്യ പറയാനുള്ളൂ, ഹി ഈസ് സോ ജെനുവിൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ജെനുവിൻ ആണ്. മൂപ്പർക്ക് ദേഷ്യം വരും, മൂപ്പർ പറയാനുള്ള മുഴുവൻ പറയും, മൂപ്പർക്ക് പെട്ടെന്ന് വെപ്രാളം വരും, ലീവ് ചോദിച്ചാൽ നമ്മൾ കൊടുത്തിരിക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വളരെ കണിശമാണ് കാര്യങ്ങളിൽ. ആള് വളരെ ജെനുവിനാണ്. ഇദ്ദേഹം അന്ന് ചാർധാമിൽ പോയി അദ്ദേഹത്തിനുണ്ടായ മുഴുവൻ പ്രശ്നങ്ങൾ എനിക്കറിയാം എന്നാ പറഞ്ഞു. ഞങ്ങൾക്കൂടെ ടെൻഷനായി അദ്ദേഹം പറഞ്ഞു. എനിക്ക് ചിരിക്കാൻ വയ്യായിരുന്നു. കാരണം സുരേഷന്റെ അന്നത്തെ ടെൻഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എവിടെ കോഴിക്കോട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇടുന്നയാള് സുരേഷ് 107 രൂപയായിട്ട് ചാർധാമിൽ പോയിട്ട് ഇദ്ദേഹത്തിന് മനസ്സമാധാനക്കേടായെങ്കിൽ ആ സുരേഷ് ഏട്ടന്റെ സാധുത്വത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ എല്ലാവരും വളരെ മനോഹരമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. കുട്ടിക്കാലം മുതൽക്ക് ഉള്ള കുവലയന നയനത്വങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പറയുകയുണ്ടായി. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് വേണ്ടി നമ്മുടെ ഹരിദാസ് സാറ് അതിഗംഭീരമായ ഒരു സ്പീച്ച് നടത്തി. എല്ലാം വളരെ മനോഹരമായി. ആകെ മൊത്തം ഒരു പ്രൗഢഗംഭീരമായിരുന്നു ഷഷ്ഠബ്ദി പൂർത്തി ആഘോഷങ്ങൾ. അതും നമ്മൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അതും ഒരു ആചരണമായിരുന്നല്ലോ ഷഷ്ഠബ്ദി പൂർത്തി, നമ്മൾ പണ്ട് തൊട്ടേ ആഘോഷിക്കാറുണ്ട്. അതും വളരെ മനോഹരമായി. ഞാൻ കൂടുതൽ താമസിപ്പിക്കുന്നില്ല, എയർപോർട്ടിലേക്കുള്ള റൈറ്റ് ടേൺ എടുക്കുന്നു. ജയശങ്കര. ബാക്കിയുള്ളവരുടെ പെട്ടെന്ന് കേൾക്കാം, ഒരു 5 മിനിറ്റൂടെ. വളരെ സന്തോഷം ജേട്ടാങ്കയുടെ വാക്കുകൾക്ക്. തീർച്ചയായും സൗഹൃദങ്ങളുള്ളവർ അനുഗ്രഹീതരാന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സുരേഷ് ഏട്ടന്റെ ചുറ്റും ഒരു സൗഹൃദ വലയം. ഇപ്പം തന്നെ ജയേട്ടൻ പറഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം സ്കൂൾ കോളേജിൽ ആ ഒരു വിദ്യാഭ്യാസ കാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കൾ മുഴുവനും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും അത് സുരേഷ് ഏട്ടൻ വളരെ അനുഗ്രഹീതൻ തന്നെയാണെന്നാണ് പറയാൻ ഉള്ളത്. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ഉഷിയോപ്പോളെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. സുരേഷ് ഏട്ടന് എല്ലാവിധ ആശംസകളും നേരുകയാണ്.
സുരേഷ് ചേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാന് ഒരു വാക്ക് ആദ്യം തന്നെ പറയാം. ആദ്യമായിട്ട് ഈ സംഘടനയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പത്തനംതിട്ട മാതാജിയെ ഞാൻ ഇങ്ങനെ ഒരു സംഘടനയുണ്ട്, സംഘടനയിലേക്ക് ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടത്താനായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴോ ഇത് ആരൊക്കെയാണ് ഈ സംഘടനയിലുള്ളത്, അവരെ കുറിച്ചൊക്കെ എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സുരേഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞത് സാത്വികമൂർത്തി, ശാന്തശീലൻ, ഏത് കാലാവസ്ഥയിലും സമചിത്തത കൈവെടിയാത്ത ആള്, ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്ന സുരേഷ് ജി. ഞാൻ ആ സ്വഭാവ ഗുണത്തെ കുറിച്ച് ഒരു മനുഷ്യന് വേണ്ടതായ മാനുഷിക ഗുണങ്ങളൊക്കെ ഒത്തുചേർന്ന ഒരു മനുഷ്യൻ. ഞാൻ മാതാജിയോട് പറഞ്ഞ വാക്കുകള് അന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അതേ വാക്കുകൾ തന്നെയാണ് മാതാജി ഈ ശങ്കര സ്മൃതി ദിനത്തിൽ അന്ന് അവിടെ വെച്ച് മൈക്കിൽ കൂടെ എന്നെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് മാതാജി ഇതേ വാക്കുകൾ സുരേഷ് ജിയെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചു. എനിക്കിതേ കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും മനുഷ്യത്വം ആൾരൂപം എടുത്ത ഒരു വ്യക്തി ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയാത്തതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. എന്റെ അനുഭവത്തില് ഞാൻ സുരേഷ് ജിയെ വിശേഷിപ്പിക്കുന്ന അത് തന്നെയാണ്. ഒരു മനുഷ്യനെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് തെളിവാണ് സുരേഷ് ജി. ഏത് സമയത്തും വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടാതെ സമചിത്തതയോടെ പെരുമാറാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പിന്നെ അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നടന്ന പരിപാടികളെ കുറിച്ച് ഇപ്പം നമ്മുടെ ജയകൃഷ്ണൻജി പറഞ്ഞു. ആ 2 കവിതകള്, ആശംസാ പത്രങ്ങള് ധാരാളം മതി സുരേഷ് ജി ആരാണ് എന്ന് പറയാൻ. ഇതിനപ്പുറം ഇനി ഒന്നും നമുക്ക് ആർക്കും തന്നെ പറയാനില്ല. ചെറുപ്പം മുതലേ ഒന്നിച്ച് പഠിച്ച് വളർന്ന കൂട്ടുകാരാണ് കൂടുതൽ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛനെയും അമ്മയും കാട്ടിലും കൂടുതലായിട്ട് നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. അപ്പൊ അവരിങ്ങനെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന സുരേഷ് ജി എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത് അവർ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ ഇങ്ങനൊരു ആശംസാ പത്രം വേറൊരാൾ എഴുതി കൊടുത്തത്. അപ്പം അത് ഒരു രേഖാചിത്രമാണ് സുരേഷ് ജിയുടെ. അതിൽ കൂടുതലായിട്ട് എന്തു പറയാന്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സുരേഷ് ജിയെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. വളരെ എൻ്റെ ഒരു നല്ല സഹോദരൻ തന്നെയാണ് സുരേഷ് ജി. എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. അദ്ദേഹത്തിനും ശ്രീജയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരു ചെറിയ തലവേദനയായിട്ട് ഞാൻ ഇവിടെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷം ഉഷോളെ വാക്കുകൾക്ക്. ഞാൻ അടുത്ത വേദിയിലേക്ക് സുരേഷ് ഏട്ടൻ്റെ ഒരു ഫാൻ കൂടിയായ സരസ്വതി ഏട്ടത്തെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. നമസ്കാരം. ജയശങ്കര. ജയശങ്കര. ജയകൃഷ്ണൻജി, ഉഷ ചേച്ചി, ഇവരൊക്കെ പറഞ്ഞത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിനെ എനിക്ക് ഇതിലെല്ലാം ഉപരി അദ്ദേഹത്തിനെ നേരിട്ട് കാണാനുള്ള ആ ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. അന്നത്തെ ദിവസം അദ്ദേഹം എന്നെ ക്ഷണിച്ചു. സരസ്വതി എൻ്റെ ഷഷ്ടിപൂർത്തിയാണ്, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഇത്രയും ദൂരെ ആയതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. തന്നെയല്ല, വേറൊരു സൗഭാഗ്യം, ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അത് ഏറ്റവും സന്തോഷമുളവാക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. തന്നെയുമല്ല, ഇത്രയും എനിക്ക് ഈ ഓൺലൈൻ വഴിയുള്ള പരിചയങ്ങളും ആദ്യമായിട്ടാണ് അന്ന് ശാന്താലയത്തിൽ വെച്ച് കാണാൻ പറ്റിയത്. വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും ഭഗവാൻ ജഗദീശ്വരൻ ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു 2 വരി, ബുദ്ധിമുട്ടില്ലല്ലോ, സമയക്കുറവുണ്ടെങ്കിൽ ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. ഒരു പല്ലവി തന്നെ പാടിക്കോളൂ എന്ന്. പല്ലവി ആയിക്കോട്ടെ, 4 വരി ആയിക്കോട്ടെ.
അവതാരമായി അവതാരമായി ആനന്ദശായി ദേവൻ അവതാരമായി കൽമഷഹരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ കംസന്റെ കൽത്തുറുങ്ങിൽ അവതാരമായി ദക്ഷിണായണ കാലേ ചിങ്ങമാസമതിൽ ഭക്തവത്സലൻ കൃഷ്ണൻ അവതാരമായി കൃഷ്ണപക്ഷത്തിൽ നല്ലോ അഷ്ടമിയാം തിഥി അർദ്ധരാത്രിയിൽ കൃഷ്ണൻ അവതാരമായി ഗൃഹങ്ങൾ 9 പൂർവ ബലത്തിൽ ചെന്നിരിക്കെ വൃഷഭലഗ്നത്തിൽ കൃഷ്ണൻ അവതാരമായി 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 ആനന്ദശായി ദേവൻ അവതാരമായി. സന്തോഷം. ഈ ഒരു അവസരം എനിക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ ഈ നല്ല ഒരു 60ന്റെ സന്തോഷം എനിക്ക് ഈ ഒരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോടും അദ്ദേഹത്തിനോടും ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരോടും ഞാൻ വളരെയധികം നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. ജയശങ്കര. ശബ്ദത്തിന് ഇത്ര പ്രശ്നമുണ്ട്, സാരമില്ലെങ്കിലും എനിക്ക് അവസരം തന്ന എല്ലാവർക്കും സജ്ജനങ്ങളെ സന്തോഷം. നന്ദി, നമസ്കാരം. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി അപ്പോളെ. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് വേണ്ടി ഞാൻ പല മഹത്തുക്കളെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ സ്വാമിനി, അതേപോലെ വിശ്വനാഥൻ സാറ്, നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷനുമായി സഹകരിക്കുന്ന പലരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും പല കാരണങ്ങൾ കൊണ്ട് വന്നെത്തുവാൻ സാധിച്ചില്ല. എന്നാലും നമുക്ക് ജയശങ്കര, സ്വാമിനി എന്നോട് പറഞ്ഞായിരുന്നു ഈ സമയത്ത് വരാൻ പറ്റുന്നില്ല. എന്നോട് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്വാമി. അതുപോലെ വേണിച്ചേട്ടനും പറഞ്ഞിരുന്നു. വേണിച്ചേട്ടൻ ഒരു യാത്രയിലാണ്, എന്നാലും നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ സാരമില്ല, എന്നോട് പറഞ്ഞിരുന്നു പറ്റുന്നില്ല. സജിനാജിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. ജയശങ്കര. ജയശങ്കര. സുരേഷ് ജിക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. അപ്പം അന്ന് വിളിച്ചു പറയാൻ പറ്റിയില്ല, ഇപ്പൊ വിഷ് ചെയ്യാണ്. എനിക്ക് കേദാറിൽ പോയിട്ട് ഉള്ള ആ 10-15 ദിവസത്തെ പരിചയമാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മളുടെ ഈ സത്സംഗിലൊക്കെ പങ്കെടുത്തിട്ട് സാറിന്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ 15 ദിവസം കൊണ്ട് തന്നെ എന്റെ ഏട്ടനെ പോലെ തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഭയങ്കര സത്യസന്ധനാണെന്ന് തോന്നിയിട്ടുണ്ട്. ചെയ്യുന്ന കാര്യത്തില് 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. പിന്നെ ചേച്ചീനെയും ഫാമിലിനെയും ഒക്കെ നല്ല നല്ല പരിചയമാണ്, ആ ഒരു യാത്രയിലുള്ള പരിചയമാണ്. പിന്നെ സുരേഷ് ജിന്റെ കഥകളിയിലുള്ള നോളേജ് ഇതുവരെ ഞങ്ങളെ കൂടെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഒരു 2 വരി ഇത് കഥകളി പാട്ട് പോലും കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതിനുള്ള ഒരു അവസരം ഇന്ന് ചെയ്യാൻ പറ്റുമോ അല്ല വേറൊരു ദിവസമാണോ, എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് ചെയ്തു തരണം. ഇത്രേ എനിക്ക് പറയാനല്ലോ. ദീർഘായുസായിട്ടിരിക്കട്ടെ. ജയശങ്കര. വളരെ സന്തോഷം സജിനാജിയുടെ വാക്കുകൾക്ക്. ഞാൻ അടുത്തതായി വേദിയിലേക്ക് അഭിലാഷ് ജിയെ സാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിലാഷ് ജി. നമസ്കാരം. ജയശങ്കര. സുരേഷ് ഏട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തുടക്കം മുതലേ കാണുന്ന വ്യക്തികളിൽ ഒരു പ്രധാന വ്യക്തി തന്നെ ജ്യോത്സ്വാമിയെ കാണുന്ന അതേ മനോഭാവത്തോടെ കാണുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി തന്നെ. ഇപ്പൊ എനിക്ക് സുരേഷ് ഏട്ടന്റെ ആ മനസ്സ് മനസ്സിലാകുന്നത്, അതായത് ഇല്ല തടാകത്തില് കാറ്റ് കൊണ്ട് ഓളം തല്ലുന്ന ആ ഒരു പ്രകൃതിയാണ്. എന്താന്ന് വെച്ചാൽ ഒരാളെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം വേറൊരാൾ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ജോബ് അല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ അത് ഓവർകം ചെയ്ത് അതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വട്ടം കണ്ടവരും ഒരുപാട് നാളായിട്ട് സഹകരിച്ചവരും ആദ്യം കാണുന്നവരും ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ആരാധന ഉണ്ടാവും. അതൊരു ദൈവത്തിന്റെ നല്ലൊരു ഭാഗ്യം തന്നെ തന്നിട്ടുണ്ട് അങ്ങക്ക്. കേരളത്തിലെ പണ്ടത്തെ കേരളത്തിലെ കാലാവസ്ഥയായ മെഡിറ്ററേനിയൻ സമശീതോഷ്ണമായ കാലാവസ്ഥ എന്ന് തന്നെ വേണമെങ്കിൽ സുരേഷ് ഏട്ടന്റെ സ്വഭാവത്തെ
സുരേഷ് ഏട്ടന്റെ സ്വഭാവത്തെ നമുക്ക് കമ്പയർ ചെയ്യാം. എന്തൊക്കെയായാലും വളരെ സന്തോഷം. സുരേഷ് ഏട്ടന്റെ എല്ലാ സ്റ്റാറ്റസും ഞാൻ കാണാറുണ്ട്. അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഈ ഷഷ്ടിപൂർത്തിയുടെ പ്രോഗ്രാം ഇത്രയും സ്ട്രോങ് ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞത്. പാട്ടും കഥകളിയും അതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ സംസാരിച്ചായിരുന്നു. എന്നാലും ഒരു സ്വന്തത്തെക്കാട്ടി വലിയ ബന്ധമാണല്ലോ സുഹൃത്ത് ബന്ധം. അത് തീർച്ചയായിട്ടും ഈ ആദിശങ്കര ഡേ ബൈ ഡേ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും ഇങ്ങനെ സംസാരിക്കാനും സഹകരിക്കാനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടായത് ഭാഗ്യമായിട്ട് കരുതുന്നു. അതിനകത്ത് പ്രധാനികളായിട്ടുള്ള ജ്യോതിസ്വാമി, സുരേഷ് ഏട്ടൻ, പിന്നെ വാമന നമ്പൂതിരി, പിന്നെ ജയകൃഷ്ണൻ സ്വാമി, ഹരിദാസ് ഏട്ടൻ, പിന്നെ ഇവിടെ വരാത്തിപ്പോ പിന്നെ ഉഷയോപ്പോള്, സരസ്വതി ഓപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ഒരു പാർട്ട്ണറുടെ പോലെ അല്ലാണ്. നമുക്കൊരു വന്നില്ലെങ്കിൽ ഒരു വിഷമം തന്നെ, അയ്യോ ഇന്ന് കണ്ടില്ലല്ലോ, ആ ഒരു പൂർത്തീകരണം ഉണ്ടാകത്തില്ല. സത്സന്ധിയിലൊക്കെ വന്നില്ലെങ്കിൽ നമുക്ക് വളരെയധികം സങ്കടം തോന്നുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു നഷ്ടം, അതായത് വരാത്തയിൽ ദുഃഖം തോന്നുന്ന രാജീവേട്ടനെ മാത്രമേ ഉള്ളൂ. രാജീവേട്ടൻ വന്നാലും നല്ലൊരു പാട്ട് കേൾക്കാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെയായാലും നല്ല ആയുരാരോഗ്യം ദൈവം അനുഗ്രഹിക്കട്ടെ. ജഗദീശ്വരന്റെയും ശിവന്റെയും വിഷ്ണുവിന്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും അങ്ങളിൽ ഉണ്ടാവട്ടെ എന്നും ഇനിയും ശക്തമായ കുറെ നാളുകൾ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നല്ല ആശംസകൾ. ജയ്ശങ്കര. വളരെ സന്തോഷം അഭിലാഷ് ജി, അങ്ങയുടെ എളിയ വാക്കുകൾക്ക്. ഇനി അടുത്ത വേദിയിലേക്ക് വാമനേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. വാമനേട്ടൻ. ജയശങ്കര. ജയശങ്കര. എന്താ പറയണ്ടേ, ഇപ്പൊ ജയകൃഷ്ണൻജി സുരേഷ്ജിയുടെ ഒരു നല്ല ചിത്രം അവതരിപ്പിച്ചു. ആയിരുന്നുകൊണ്ട് എന്താ ഒരു വികാര മുഖത്ത് കാണിക്കാതെ എല്ലാ പറയുന്ന വാക്കുകൾ വളരെ സ്പഷ്ടമായി വ്യക്തമായി എന്താ ഒരു ലക്ഷ്യബോധത്തോടെ സംസാരിക്കുന്ന സ്വഭാവമാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. നേരിട്ട് പരിചയപ്പെടാൻ നമ്മളിപ്പോൾ ഒന്ന് സമ്മേളനം കണ്ടെങ്കിൽ അപ്പോഴും മനസ്സിലായി. അത് മാത്രമല്ല, നമ്മുടെ ഓരോ മീറ്റിംഗ് നമ്മളെപ്പോഴും അടുത്തടുത്ത് കാണുന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും അടുക്കാൻ നമ്മുടെ ആദിശങ്കരായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതൊരു സത്സംഗമാണ്. തീർച്ചയായിട്ടും ആ സത്സംഗത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. നിങ്ങളോടൊപ്പം, നിങ്ങളെല്ലാവരോടൊപ്പം ശ്രീജിയുടെ ആ നല്ല മനസ്സ് വായിച്ച് കേട്ട ഉഷപ്പളം അല്ലെങ്കിൽ ജ്യോതിജിയും ഇപ്പോ അദ്ദേഹം പറയണ്ടായി, അഭിലാഷ്ജി പറയണ്ടായി. അപ്പൊ ഇതൊക്കെ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം നടന്നു വന്ന പാതകൾ അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന കൂട്ടുകാർ പറഞ്ഞ വാക്കുകൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നു. അപ്പൊ ജയകൃഷ്ണജി തന്നെ ഈ സെക്ടറി തലേദിവസം കണ്ടു, എനിക്ക് മസ്കറ്റിൽ തിരിച്ചു പോകണം, പക്ഷേ അതിന് മുമ്പ് എനിക്ക് അതിന് പോയിട്ടേ പോകാനൊക്കെയുള്ളൂ, സുരേഷിയുടെ പ്രോഗ്രാമിൽ പോയിട്ടേ പോകാനൊക്കെയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ മഹത്വം അദ്ദേഹം പോകുന്നതിന് മുമ്പ് തീർച്ചയായും പോകണമെന്നുള്ള സങ്കല്പം മനസ്സിലാക്കി. എനിക്ക് പറഞ്ഞു, ഞാൻ പറയാം സ്വല്പ തിരക്കിലാണ്, ഇപ്പോഴും യാത്രയിലാണ്, ഇന്ന് നേരത്തെ നോക്കി വെച്ചിരുന്നു സുരേഷിയുടെ പ്രോഗ്രാമാണെന്ന് കഷ്ടപ്പെട്ട് വരാൻ കഴിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിനോട് എന്താ നമ്മുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ സന്തോഷം പങ്കുവെക്കണം ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ഒരു വീഡിയോയിൽ വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറയുന്നത് 60 വയസ്സായുള്ളൂ. ഈ 60 വയസ്സൊന്നും അല്ലേ, 120 വയസ്സ് പുരുഷായുസാണെങ്കിൽ 60 വയസ്സ് പകുതി വയസ്സായുള്ളൂ ഇല്ലേ? അപ്പൊ ഇനിയും അദ്ദേഹത്തിന് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയും അല്ല സമുദായത്തിന് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ചെയ്യുമെന്നും അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം, നല്ല സഹായം പ്രതീക്ഷിക്കാം. അതുപോലെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാത സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ആയിട്ടൊന്നും കുടുംബത്തോടൊപ്പം ദീർഘായുഷ്യോട് ജീവിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. മുഹൂർത്തം ജ്വലിതം ശ്രേയോ എന്നത് ദ്വിയായുധം ചിരെന്ന് പറയും. എന്താ മുഹൂർത്താന്തം ജീവിച്ചാലും അത് നല്ലൊരു ജീവിക്കണം. ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹം നൽകട്ടെ എന്ന കുടുംബത്തിലെ ഒരു കാരണവരെ പോലെ നടന്നു പറയുന്നില്ല, ഇനിയിപ്പോ അനിയനെന്ന് പറയുന്നുള്ളൂ. എല്ലാ ആയുസ വാമനേട്ടന്റെ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, യാത്രയിലാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷം വാമനേട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. ഞാൻ അടുത്ത വേദിയിലേക്ക് ആദരപൂർവ്വം ഹരിദാസ് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഹരിദാസ് സാർ അവിടെ പോയൊരു വ്യക്തി കൂടിയാണ്. അല്ല ജ്യോതിഷി, ഞാൻ പറഞ്ഞ പിന്നെ ശ്രീകാന്ത്ജിയെ വിളിച്ചോളൂ, ഞാൻ പോയ ആളാണല്ലോ. ഓക്കെ, ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രീകാന്ത്ജിയെ കണ്ടില്ല. ഓക്കെ, ശ്രീകാന്ത്ജിയെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു.
വേദിയിലേക്ക്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നുണ്ട് ഈ സമയം. ശ്രീകാന്ത്ജിയെ കേൾക്കുന്നുണ്ടോ? മ്യൂട്ടർ. നമസ്കാരം ജയശങ്കര. ജയശങ്കര. ഞാനിപ്പോ ഇന്നേര് മുപ്പട്ട് വെള്ളിയാഴ്ചയുണ്ട് ഭഗവസയുടെ തിരക്കാണ്. ഇപ്പൊ കഴിഞ്ഞുള്ളൂ ഒന്ന് അതിന്റെ ഒരു വേഷം. ഇപ്പൊ അടുത്ത പൂജയ്ക്ക് കയറാറായി. എന്തായാലും വിളിച്ചത് സന്തോഷം. ഇടയിലെ കെട്ടിയ ഗ്യാപ്പില് കേട്ടറിങ്ങിന് പൂജയ്ക്ക് വേണ്ട അയ്യപ്പന്റെ പൂജയ്ക്ക് കയറാറായി. സുരേഷേട്ട നമസ്കാരം. ജയശങ്കര. ഈ ഷഷ്ടിപൂർത്തിക്ക് ഏറ്റവും ആദ്യം ക്ഷണിച്ച വ്യക്തികളിൽ ഒരാൾ ഞാനായിരിക്കും. സുരേഷേട്ടൻ ക്ഷണിച്ചത് വളരെ മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ വെച്ചിട്ട് വളരെ നേരത്തെ തന്നെ ക്ഷണക്കത്ത് അയച്ചു തന്നിരുന്നു. വരണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ആ സമയത്ത് അവിടെ പുറപ്പെടാൻ പറ്റിയില്ല. നല്ല വിഷമമുണ്ട് മനസ്സിന്. വരണം എന്ന് വിചാരിച്ചതായിരുന്നു. തീരെ നിർത്തിയില്ല. അതിനും പുറപ്പെടാൻ പറ്റിയില്ല. ഓരോ തിരക്കുകളും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം. എന്തായാലും എല്ലാവിധ ആശംസകളും ഷഷ്ടിപൂർത്തിക്ക്. എന്താ പരിപാടിക്ക് ഗംഭീര. എല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പല മെസ്സേജായിട്ടും ഫോട്ടോകളായിട്ടും. അപ്പൊ ഞങ്ങള് വരാത്തൊരു അവിടെ ദേഹം കൊണ്ടില്ല എന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് അവിടെ തന്നെയായിരുന്നു അന്ന് മുഴുവൻ മിക്കവാറും. എല്ലാവരും അവസ്ഥ തന്നെയാവും. വാമനേട്ടനായാലും ഒക്കെ അങ്ങനെ തന്നെയാവും. അത് വരാത്തവരൊക്കെ അങ്ങനെ തന്നെയാണ്. ജയശങ്കർ. എന്തായാലും എല്ലാവിധ ആശംസകളും ദീർഘായുസോടെ സന്തോഷവും സുഖമായിട്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം ശ്രീകാന്തി. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉടൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സ് അവിടെ തന്നെയായിരുന്നു. കാരണം ഞാനും ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളൊന്നും നമുക്ക് അതിന് സമ്മതിച്ചില്ല. കാരണം ഒന്നാമത് 2-ാം തീയതി നമ്മൾ അവിടെ നാട്ടില് ശങ്കരസ്മൃതിയായിട്ട് വന്നെത്തേണ്ടി വന്നു. അതിനുശേഷം പിന്നെ പെട്ടെന്നൊരു ലീവ്, അതിനനുസരിച്ചുള്ള ലീവും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അതൊക്കെയാണ് കാരണമായിട്ട് വന്നത്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അന്ന് ഹരിദാസ് സാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു അവിടെ അദ്ദേഹം പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ കേൾപ്പിക്കാനായിട്ടൊരു അവിടെ ചടങ്ങിൽ കേൾപ്പിക്കാനായിട്ടൊരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ വീഡിയോ അയച്ചാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ എന്റെ നിർഭാഗ്യം എന്ന് പറയാൻ ഹരിദാസ് സാർ അത് ഇതുവരെ കണ്ടില്ല. അതാണ് ഏറ്റവും രസകരം. ഹരിദാസ് സാർ അത് കണ്ടുമില്ല. ഞാൻ എന്നിട്ട് അത് ഇന്നാണ് രാവിലെ സുരേഷ് ചേട്ടൻ തന്നെ അയച്ചു കൊടുത്തു. എന്നാലും ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കേൾപ്പിക്കാം. വലിയ വാക്കുകളൊന്നുമില്ല, ചെറിയൊരു ഓഡിയോ മെസ്സേജ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ അത് സുരേഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ ഓഡിയോ കൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. കേൾക്കുമെന്ന് കരുതട്ടെ. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സുരേഷ് ചേട്ടന്റെ ഷഷ്ടിപൂർത്തിയാണ് ഇന്ന്. വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് ആ ചടങ്ങിൽ നേരിട്ടെത്തി തന്നെ അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുവാൻ. പക്ഷെ ചില സാഹചര്യങ്ങൾ അതിന് സമ്മതിച്ചില്ല. കഴിഞ്ഞ 8 വർഷമായി സുരേഷ് ചേട്ടനെ നേരിട്ടറിയാം. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുന്ന നന്മ മരം തന്നെയാണ് അദ്ദേഹം. എളിമയും അതേപോലെ തന്നെ വിനയവും കൈമുതലായുള്ള അദ്ദേഹത്തിന് എന്റെ ഹൃദയത്തിൽ നിന്നും തിരുനാൾ ആശംസകൾ. ഒപ്പം ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പറായും മാനേജസ്റ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സുരേഷ് ചേട്ടൻ ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ അത് വളരെ തന്മയത്തോടു കൂടി ചെയ്തു തീർക്കുവാൻ സുരേഷ് ചേട്ടനുള്ള കഴിവ് വേറെ തന്നെയാണ്. ഞാനും അദ്ദേഹമായിട്ട് 8 വർഷത്തെ പരിചയമാണുള്ളത്. പാലാ രാമപുരത്ത് വെച്ചാണ് നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. അതിനുശേഷം ആ ബന്ധം വളർന്ന് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയുണ്ടായി 1 വർഷത്തോളം. അതിനുശേഷം ആദിശങ്കര ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഫൗണ്ടർ മെമ്പറായിട്ട് വരികയും പിന്നീട് മാനേജസ്റ്റ് എന്നുള്ള ഒരു ഉത്തരവാദിത്തം അദ്ദേഹം ഏൽക്കുകയുണ്ടായി. തുടർന്ന് ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിസ്സീമമായ സഹകരണം നമ്മുടെ ഈ പ്രസ്ഥാനത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി, വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി. അഭിമാനമുണ്ട് അദ്ദേഹത്തെ പോലുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനെ ലഭിച്ചതിൽ. എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാ നന്മകളും തേടിയെത്തട്ടെ, അഷ്ടൈശ്വര്യങ്ങൾ തേടിയെത്തട്ടെ. അയ്യപ്പസ്വാമിയുടെ കാരുണ്യം ഉണ്ടാവട്ടെ, ആചാര്യസ്വാമികളുടെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജയശങ്കര. ജയശങ്കര. ഇത് ആക്ച്വലി മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണ്. അത് ഞാൻ അങ്ങനെ എനിക്ക് വീഡിയോയിൽ പറയാൻ എനിക്കതൊരു ഇതായുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഓഡിയോ തന്നെ എടുത്തു. പക്ഷെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകൾ തന്നെയാണത്. കാരണം
മുമ്പ് ജയേട്ടൻ സൂചിപ്പിച്ച പോലെ കണക്കിൽ കർക്കശക്കാരനാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാന ഒരു ഘടകം തന്നെയാണ് സുരേഷ് ഏട്ടൻ. ഇതുവരെ നമ്മളിപ്പോൾ ആത്മായനമായിക്കോട്ടെ, അത് ശ്രീകാന്ത്ജിക്കും സജനാജിക്കും ഒക്കെ അറിയാം. എന്ത് ആ കണക്കുകൾ, കാരണം ഏതൊരു പ്രസ്ഥാനത്തിനെയും ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിലേ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒരു കണിശക്കാരൻ തന്നെയാണ് അദ്ദേഹം. ഒരു രൂപയാണെങ്കിലും 50 പൈസയാണെങ്കിൽ കൂടി അതിനകത്തൊക്കെ വളരെയധികം നിഷ്ഠത കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനമാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്ത് നിൽക്കുന്നത് തന്നെ. കാരണം അത് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നമാകും. പല പ്രസ്ഥാനങ്ങൾ കണ്ടിട്ടുണ്ട്, പല എന്താ പറയുക, പല കണക്കുകൾ തിരുമറി. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വളരെ എനിക്ക് അഭിമാനത്തോടു കൂടി ആരുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയും, നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഏറ്റവും വലിയൊരു അസറ്റ് തന്നെയാണ് സുരേഷ് ഏട്ടൻ. അതിൽ യാതൊരു ഒരു സംശയമില്ല. തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാം അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഒരു നന്മമരം നമ്മുടെയൊക്കെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഹരിദാസ്ജിയുടെ അടുത്തേക്ക് പോവുകയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കിടക്കാം. വേറെ ഇനിയിപ്പോ ഇല്ല ഇവിടെ. ക്ഷമ ചോദിക്കാം. ഞാൻ 10 വരെ നോക്കി, അപ്പൊ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സൈലന്റ് ആക്കി ഇട്ടിട്ട് പിന്നെ പരിപാടിയുടെ തിരക്കിലായി പോയി. പിന്നെ അത് ഓർത്തൂല. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ പോന്നപ്പോ പിന്നെ എനിക്കത് നോക്കാനായിട്ട് മാനസികമായിട്ടൊരു വിഷമായി. അതുകൊണ്ട് ഞാൻ പിന്നെ അത് തൊട്ടില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടാണ് ജ്യോതിഷി അയച്ചത്. ഞാൻ തന്നെയാണ് തലേ ദിവസം പറഞ്ഞത് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അത് അയക്കണം. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, അതിൽ ക്ഷമിക്കുക. ജ്യോതിഷ നമുക്ക് കുഴപ്പമില്ല. നല്ലൊരു കാര്യമല്ലേ. അപ്പൊ അത് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഇന്നിപ്പോ ഇവരുടെ എല്ലാവരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാൻ സാധിച്ചല്ലോ. അതുകൊണ്ട് വളരെ നന്നായി. ഞാനൊരു ഇതായിട്ട് പറഞ്ഞെന്നുള്ളതേ. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് അവിടുത്തെ പ്രൗഢഗംഭീരമായ സദസ്സും അതിലുപരിയായിട്ടുള്ളൊരു ഡയസുമായിരുന്നു അവിടെ. കാരണം അതിനകത്ത് വന്നിരുന്ന ആളുകളുടെയൊക്കെ നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നും അല്ല അവിടെ. അത്രയ്ക്കും നല്ല കോഴിക്കോട് പൗരപ്രമുഖന്മാരായ ആളുകള്. അത് മാത്രമല്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ അതിന്റെ ഓണറും ജനറൽ മാനേജര്, പിന്നെ അദ്ദേഹത്തിന്റെ തോടയം കഥകളി ക്ലബിന്റെ ആൾക്കാര്, എല്ലാവരും അവിടെ വന്ന ശരിക്കും പറഞ്ഞത് ഒരു ഉത്സവമായിരുന്നു അന്ന്. അല്ലാണ്ട് ഒരു ഷഷ്ടിപൂർത്തിയാന്ന് തോന്നിയില്ല. അങ്ങനെ അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും. സംസാരിച്ചവരെല്ലാം ഒരേ സ്വരായിരുന്നു സുരേഷിയെ കുറിച്ച്. അപ്പൊ ഞാനും സത്യത്തിൽ പറഞ്ഞ നമ്മളും ഇത്ര വലിയൊരു അല്ലെങ്കിൽ മഹത് വ്യക്തിത്വമാണ് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷെ അന്നത്തെ പരിപാടിയോടുകൂടി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാൽക്കല് നമ്മൾ നമസ്കരിക്കാം. അത്രയ്ക്കും ഭയങ്കരമായ ഏറ്റവും ഭംഗിയായത് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച കുറേ സമകാലികന്മാരായ വിദ്യാർത്ഥികള്, അവർ പല ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാവരും അന്നത്തെ ദിവസം ഭയങ്കര ദൂരത്തു നിന്നൊക്കെ വന്ന് എന്തൊക്കെയോ അവരുടെ ആഹ്ലാദം എന്ന് പറയാൻ പറ്റില്ല. കാരണം സുരേഷ് ഇവരെയൊക്കെ ഒരുമിപ്പിക്കണു. 20 വർഷം ഒക്കെ കഴിഞ്ഞിട്ട് സുരേഷ് ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഗ്രൂപ്പുണ്ടാക്കി, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവരെയൊക്കെ ഒരുമിപ്പിച്ചു. അതൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ അതെല്ലാം ശ്രദ്ധാപൂർവം ഇങ്ങനെ കേട്ടിരുന്നു. അപ്പോ അതൊക്കെ വലിയൊരു സംഘാടക മികവാണത്. അപ്പൊ അത് സുരേഷിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ബഹുമാനമായി തോന്നിയത് അദ്ദേഹത്തിന്റെ ഓണർ ഹാജി ഹസൈനാർ ഹാജി. അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളെ സംസാരിച്ചുള്ളെങ്കിലും അർത്ഥഗർഭമായിട്ട് അദ്ദേഹവും ഒരു ക്ഷേത്രത്തിന്റെ മൂല ഉള്ള കുടുംബത്തിലെ പണ്ട് പാലക്കൽ ആ കുടുംബത്തിലെ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം വളരെ ഉള്ളു തുറന്ന് സംസാരിച്ചു, ഒന്നും മറച്ചു വെച്ചില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്ഥാപനം പോലും സുരേഷിയെ ബഹുമാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി. അദ്ദേഹം പറയാം എനിക്കൊരു ടെൻഷനില്ല എന്നാ പറയും സ്ഥാപനത്തിനെ കുറിച്ച്. എന്താ പൈസയുടെ കാര്യത്തില് അതുപോലെ GM പറഞ്ഞതും അങ്ങനെയാണ്. ഞങ്ങൾ എന്തെങ്കിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക വശം നോക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം തന്നെ പറഞ്ഞ ആളുകളുടെ ഒക്കെ അക്കൗണ്ടിലേക്ക് പൈസ ചെന്നിരിക്കും. സുരേഷ് അത് എവിടുന്ന് ഉണ്ടാക്കുന്നു, എങ്ങനെ കിട്ടുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ കൃത്യമായ കാര്യങ്ങൾ ചെയ്യും. മേടിച്ച സ്ഥലത്തും വാങ്ങേണ്ട സ്ഥലത്തും കൊടുക്കേണ്ട സ്ഥലത്തും. അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദിത്വം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിമാനം തോന്നിയത് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സാരഥി കാരണവരായിട്ടുള്ള സുരേഷ് ഏട്ടന് ഇത്ര ഇത് കിട്ടുമ്പോൾ അത് സംഘടനയ്ക്ക് കിട്ടിയ ഒരു മഹത്വമായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. അവിടെ ഞങ്ങളൊക്കെ പങ്കെടുത്ത ആ ഒരു ബന്ധത്തിലും ഒക്കെയാണല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളുടെ ഈ സംഘടനയ്ക്ക് ഇത്രയും വലിയൊരു അംഗീകാരം സുരേഷ് ജി കൂടി നമുക്ക് അന്ന് കിട്ടി. ഞാൻ ഷഷ്ടിപൂർത്തി ആഘോഷത്തെക്കാൾ കൂടുതൽ കരുത്താർജിക്കണം അവിടെയാണ്.
കാരണം നമ്മുടെ ഒരു സംഘടനയ്ക്ക് ഇത്ര വലിയൊരു ഇത്. പക്ഷെ അതായത് കുടുംബത്തിലുള്ള ആൾക്കാർ, ബന്ധുക്കള്, നാട്ടുകാര്, അവിടെ ആകപ്പാട് ഒരു ഉത്സവമായിരുന്നു. അപ്പൊ അത് സുരേഷിക്ക് ഇതൊക്കെ നിസ്സംഗനായിട്ട് ഇങ്ങനെ കേട്ടോണ്ടോടെ ഇരിക്കുകയാണ് ആള് അപ്പോഴും ഇപ്പൊ ഇരിക്കണ പോലെ തന്നെ. അപ്പൊ അത് ഇതെല്ലാം ഭംഗിയായി. നമുക്ക് ഫൈനാൻസിന് നമുക്കൊരു ഉപഹാരം കൊടുക്കാൻ പറ്റി, അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റി നമുക്ക്. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു ഇതായി. അത് സുരേഷിക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ. അത് ഞങ്ങൾക്കും കരുത്തേക്കുന്ന കാര്യമാവും. അതുകൊണ്ട് ഇത്ര മാത്രമേ എനിക്ക് പറയാം. വളരെ സന്തോഷം ഹരിദാസ് സാർ. തീർച്ചയായിട്ടും ഒരു നന്മ മരം തന്നെയാണ് സുരേഷ് ചേട്ടൻ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ആരോഗ്യ സൗഖ്യവും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേർന്നുകൊള്ളുന്നു. തീർച്ചയായും തുടർന്നും നമ്മുടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഞാൻ സുരേഷ് ചേട്ടനെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങയുടെ അനുഭവങ്ങൾ രണ്ടു വാക്കിലൂടെ. എല്ലാവർക്കും നമസ്കാരം. എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ഈ കഴിഞ്ഞ 4-5 വർഷമേ ആയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ രൂപം കൊടുത്തതിന് ശേഷം ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മളെ ഇവിടെ ഇന്നിപ്പോ കാണുന്ന മുഖങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ മാത്രമല്ല, നമ്മുടെ എന്താ പറയാ, ഏത് ദിവസവും ഓർമ്മിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ പണ്ട് മുതലേ ഒരു സൗഹൃദം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ 1987 ഡിഗ്രി പാസ്സായി. അതിനുശേഷം എല്ലാവരും പല വഴിക്ക് പോയി. 33 വർഷത്തിന് ശേഷം ഞാൻ എല്ലാവരെയും കണ്ടുപിടിച്ച് അവരുടെയൊക്കെ കോണ്ടാക്ട് നമ്പർ, അതുപോലെ തന്നെ 82 SLC പാസ്സായി കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോയി. ഏതാണ്ട് 36 സ്റ്റുഡൻസ് ആണ് അതിലുണ്ടായിരുന്നത്. ഒരാള് ഇടയ്ക്ക് വെച്ച് ഒരു കടുങ്കൈ ചെയ്ത് സൂയിസൈഡ് ചെയ്തു പോയി. ബാക്കി 35 പേരെയും ഞാൻ കണ്ടുപിടിച്ചു. അവരെ എല്ലാം ഒരുമിപ്പിച്ച ഒരു ഗ്രൂപ്പുമായിട്ട് ഇന്നും മട്ടന്നൂർ ഹൈസ്കൂളിന്റെ ഞങ്ങളുടെ ആ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ശ്രീധർമ്മശാസ്ത്ര പാലക്കാട് ജില്ലയിലെ ശ്രീധർമ്മശാസ്ത്ര കോളേജിലെ ഞങ്ങളുടെ BCom BA ഗ്രൂപ്പ്, ഇത് രണ്ടും ഇന്നും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന 2 ഗ്രൂപ്പുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു എന്താ പറയുക ഒരു സൗഹൃദ വിരുന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഈ തോടയം കഥകളി യോഗമായിട്ട് എനിക്ക് കൂടുതൽ ഒരു ആത്മബന്ധം തന്നെയുണ്ട്. ഞാൻ കഥകളി പഠിച്ചിട്ടൊന്നുള്ള ആളല്ല, പക്ഷെ എനിക്ക് കഥകളി ആസ്വദിക്കാനുള്ള താല്പര്യം, കലാകാരന്മാരുമായിട്ടുള്ള പരിചയവും അവരുടെ ആ സ്നേഹബന്ധവും, അപ്പൊ അതെനിക്ക് ആവോളം ആസ്വദിക്കാനും അത് കൊണ്ട് നിലനിർത്താനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ ഞാൻ അന്നിങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു, എന്തായാലും ഈ മേടമാസത്തിലെ ചോദ്യം എൻ്റെ 60ാം പിറന്നാളാണ്, ഒരു ഓർമ്മയ്ക്കായിട്ട് കഥകളി തന്നെ ആവാം. കഥകളിയല്ല, ഞാൻ കഥകളി പദ കച്ചേരിയാണ് ഉദ്ദേശിച്ചത്. സാമ്പത്തികം എല്ലായിടത്തും പ്രശ്നം തന്നെയാണല്ലോ. അപ്പോ ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ള കൃഷ്ണനായിട്ട് ശ്രീജിത്ത് മേനോൻ, ജനറൽ സെക്രട്ടറി, അവരൊക്കെ കൂടി പറഞ്ഞു അതുപോലെ കഥകളി തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവരങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു. പിന്നെ ഞാൻ അറിഞ്ഞില്ല, ഈ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഹരിഹരനുണ്ണി എന്നൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്ത ആളാണ്. അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ സംഘാടന പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരുന്നു എന്നുള്ളത് അന്ന് ഉച്ചയ്ക്കാണ് ഞാൻ അറിയുന്നത്. കാരണം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഇവരൊക്കെ കൂടി ഇങ്ങനെ ഒരു, ഞാൻ ഈ എന്താ നമ്മുടെ ഹോട്ടലിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു. അതായത് മഞ്ചേരിയില് വീട്ടിൽ വെച്ച് നടത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ചില കാരണങ്ങളാൽ അവിടെ നടത്താൻ പറ്റാത്തൊരു ഇത് വന്നു. ഒന്ന് വൈഫിനിടയ്ക്ക് സുഖമില്ലാത്തൊരു ഇത് വന്നു. പിന്നെ രണ്ടാമത് ഞാൻ വൈഫ് ഹൗസിന് അടുത്ത് തന്നെയാണ് ഞാനും വീടൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ കുറച്ച് റിനോവേഷൻ വർക്കൊക്കെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്ന് താമസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അതിനിടയ്ക്ക് ഇത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തിക്കാൻ ഉള്ള ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നാ പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്താണ്, എല്ലാവർക്കും വന്നും പോകാൻ എളുപ്പമുണ്ട്. ഞാൻ ഹോട്ടലിൽ ഇത് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. അപ്പോൾ അവര് അന്ന് തന്നെ ഹാളൊക്കെ ബ്ലോക്ക് ചെയ്ത് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് MD ഒക്കെ
നേരത്തെ പോയതാണെങ്കിലും ആ സമയം അന്ന് രാവിലെ തന്നെ തിരിച്ചെത്തി. GM-നോടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഓഫീസ് മാനേജരോടും ഒക്കെ ശരിക്കും ഇൻസ്ട്രക്ഷൻ തന്നെ കൊടുത്തിരുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ വേണം, ഒന്നിനും ഒരു കുറവ് വരുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെയൊക്കെ നല്ല വാക്കുകൾ. കാരണം ഞാനും GM ഒക്കെയാണ് ഇവിടുത്തെ 2011 ഡിസംബർ 15 ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത്. ആക്ച്വലി ഇനാഗ്രേഷൻ 12 ജനുവരി 23 ആയിരുന്നു. എന്നാലും 11 ഡിസംബർ 15 മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ ഈ MD-യുടെ കീഴിൽ തന്നെയായിരുന്നു. ഹുസൈനാർ ഹാജി, ഹരിദാസ് ജിക്കൊക്കെ മനസ്സിലാവും, വളരെ നല്ലൊരു പെരുമാറ്റമാണ് അദ്ദേഹം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ. ഒരു സാധാരണഗതിയിൽ ഒരു പരിപാടിക്കും ഇത്രയും നേരം ഇരിക്കാറില്ല. പക്ഷെ രാവിലെ 11 മണി മുതൽ പരിപാടി തീരുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചിരുന്നു, ഓരോ കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് 65 വയസ്സായി, എന്നാലും എന്നെ സുരേഷ് ഏട്ടനെ വിളിക്കുള്ളൂ. അവിടെ തന്നെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഫൈനാൻഷ്യൽ ഏതുണ്ടെങ്കിലും ശരി, അത് സുരേഷ് ഏട്ടനോട് ചോദിച്ചോളൂ എന്ന് പറയും. അപ്പൊ എനിക്കതൊരു അഹങ്കാരമല്ല, കാരണം ഇവര് എന്നോട് കാണിക്കുന്ന സ്നേഹമാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അതിന്റെ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ MD-യെ കുറിച്ച് തന്നെ പറയാം. ഓരോ ഇടയ്ക്ക് പിന്നീട് ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്നോട് ഞങ്ങളുടെ ജനറൽ മാനേജർ ഗോപകുമാർ സാറ്, അതുപോലെ മനോജ് ഫ്രണ്ട് ഓഫീസ് മാനേജർ എന്നോട് പറഞ്ഞു, ഇവര് MD ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിരുന്നു, സുരേഷ് ഏട്ടൻ സാറ്റിസ്ഫൈഡ് അല്ലേ, സുരേഷ് ഏട്ടൻ സാറ്റിസ്ഫൈഡ് അല്ലേ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഹരിദാസ് അറിയാം, അന്ന് നമ്മള് 3 ഹാള്, അതായത് എല്ലാം AC ഹാളാണ്. മെയിൻ ഹാളിലാണ് നമ്മുടെ പരിപാടി നടന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ മെസ് ഹാളുണ്ട്, അതും അവിടെയായിരുന്നു ഉച്ചയ്ക്ക് മീൽസ്, ലഞ്ച് അറേഞ്ച് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ അറേഞ്ച് ചെയ്തത് തൊട്ടടുത്തുള്ള ചെറിയൊരു ഹാളാണ്. ഈ 3 ഹാളിലേക്കും അന്നൊരു പ്രോഗ്രാമും എടുക്കേണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം അത് അതിനിടയ്ക്ക് ഒരു 4മതൊരു ഹാളുണ്ട്, അത് എങ്ങനെയോ അതിനിടയ്ക്ക് ഇതായി വേറെ പാർട്ടിക്ക് കൊടുത്തു. അത് കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാനല്ല, ഇവര് പറഞ്ഞിട്ട് GM തന്നെ ചെയ്തതായിരുന്നു. അതിനുശേഷം പറഞ്ഞു ഹാള്, ഈ 3 ഹാള് ഞാൻ ഉപയോഗിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഹാളിന്റെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, വെൽക്കം ഡ്രിങ്ക്, ഇതൊക്കെ ഇത് ചെയ്തു. അതിനൊന്നും ഒരു ബില്ലും കൊടുക്കണ്ട, അതൊക്കെ നമ്മുടെ ആളാണെന്ന് പറഞ്ഞു. ഒരു പൈസ പോലും എടുക്കാതെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കമ്പനി എനിക്ക് ചെയ്തത്. അതൊക്കെ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാല് ഞാനൊട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. കാരണം നമ്മൾ എന്തായാലും ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെലവുകൾ. പക്ഷെ MD ആദ്യം തന്നെ GM-നോട് പറഞ്ഞു സുരേഷ് ഏട്ടനോട് ബില്ലൊന്നും മേടിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അന്ന് റിലേറ്റീവ്സ് ഒക്കെ വരുന്നതിന് ഒരു 10ഓളം റൂം ബുക്ക് ചെയ്തിരുന്നു. കാരണം പലതും അവർ നേരിട്ട് തന്നെയാണ് ബുക്ക് ചെയ്തത്. ഞാൻ 2-3 റൂം മാത്രമേ എൻ്റെ പേരിലുണ്ടായിരുന്നു. എല്ലാത്തിനും മാക്സിമം ഡിസ്കൗണ്ടും കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സ്. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഈ ഹോട്ടലിൽ ഇങ്ങനെ ഒരാൾക്ക് ഫ്രീ ആയിട്ടൊരു പരിപാടി ചെയ്തു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ ശരി, വളരെ നേരത്തെ തന്നെ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തു. 3 ദിവസം മുമ്പാണ് എന്നോട് പറയുന്നത് ഞങ്ങളൊരു അനുമോദന യോഗം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഒക്കെ പ്രവർത്തകർ വരുന്നുണ്ട്, അതുപോലെ ഇവിടെ MD-യും GM-ഉം ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും കൂടി ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന മീറ്റിംഗിന്റെ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. അവരെന്നോട് പറഞ്ഞു 11 മണിക്ക് ശേഷമേ വിളക്ക് കൊളുത്താവുള്ളൂ, അതുവരെ നിങ്ങൾ എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ അതിനിടയ്ക്ക് കാരണവന്മാരെ അഭിവാദ്യം ചെയ്യുന്നത് ഞാൻ വേറൊരു റൂമിൽ വെച്ച് ചെയ്തു. അതിനുശേഷം 10 മണി മുതൽ 11 മണി വരെ ഉള്ള സമയത്ത് ഈ കുട്ടികളുടെ പാട്ടും മറ്റു പരിപാടികളൊക്കെ നടത്തി. കൃത്യം 11 മണിക്ക് തന്നെ മീറ്റിംഗ് തുടങ്ങി. ആ മീറ്റിംഗ് അവസാനിച്ചത് എനിക്ക് തോന്നുന്നു 1:30-2 മണിയായി എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത്രയും പ്രൗഢ ഗംഭീരം എന്ന് തന്നെ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവം തന്നെയായിരുന്നു. എനിക്കത് മറക്കാൻ കഴിയില്ല. കാരണം എന്നെ കുറിച്ച് ഓരോരുത്തരും പറഞ്ഞ നല്ല വാക്കുകൾ, ജയകൃഷ്ണൻജിയും അതുപോലെ തന്നെ ഹരിദാസ് ജി, മാധവേട്ടൻ, ഇവരൊക്കെ ദൃക്സാക്ഷികളുണ്ട്. പക്ഷെ ഞാൻ പോലും കരുതിയില്ല എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഇത്രയധികം ഇവരൊക്കെ പറയും എന്നുള്ളത്. അതുപോലെ
MD ഒക്കെ ആണെങ്കിൽ ശരി, പ്രസംഗിച്ചപ്പോൾ ഒരുപാട് വളരെ ഇതായിട്ട് തന്നെ പറഞ്ഞു. കാരണം ഞാൻ 11 വർഷമായിട്ട് അവിടെ തന്നെ ഉള്ള ആളാണ്, 13 വർഷമായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടി അദ്ദേഹം പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ കഥകളി രംഗത്ത് ഇന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബിഷപ്പള്ളി രാജീവേട്ടൻ. അവിടെ വന്ന് എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം വെച്ചാല് അത്രയ്ക്ക് ആ ഒരു ആത്മബന്ധം അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ ജനറൽ സെക്രട്ടറി മദൻ കെ മേനോൻ, വള്ളത്തോൾ നാരായണ മേനോന്റെ മകളുടെ മകനാണ്. അദ്ദേഹത്തിന് എന്നെ വളരെ കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളും എന്തിനു വേണ്ടി അവിടെ അന്ന് വന്ന ആളുകളൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നല്ല അനുഭവമായിട്ട് മാറി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, കാരണം ഈ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടു പോകാന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. ഞാൻ ചെറിയൊരു വിരുന്നൊരുക്കാൻ ഉദ്ദേശിച്ചു, പക്ഷെ ആ വിരുന്ന് എന്റെ കൺട്രോൾ വിട്ടു പോയി. ആ രീതിയിലായിരുന്നു എല്ലാം ഭംഗിയാക്കിയത്. പിന്നെ ഞാന് ജന്മഭൂമി ഇതിന്റെ അതിലെ കാവാലം ശശികുമാർ, അദ്ദേഹത്തിനെ കൊണ്ട് ഇവര് നേരത്തെ തന്നെ ഇതെല്ലാം എഴുതിച്ചു. അവിടെ വന്ന 3 ആൾക്കാർ, ഒന്ന് ഇദ്ദേഹം, അതുപോലെ തന്നെ അവിടെ തന്നെയുള്ള ഈ കഥകളി ആയിട്ട് ബന്ധപ്പെട്ട് മാങ്കുളം ശങ്കരൻ നമ്പൂതിരി, MV ശങ്കരൻ നമ്പൂതിരി, പിന്നെ നന്ദാത്മജൻ കൊതേരി, ഇവരൊക്കെ കവിതയുമായിട്ടാണ് വന്നത്. എന്നെ കുറിച്ച് നല്ല വാക്കുകളൊക്കെ ഉൾപ്പെടുത്തിയ വരികൾ അവര് വായിച്ചു. ഹരിദാസ്ജിയൊക്കെ പറഞ്ഞ പോലെ, അല്ല ജയകൃഷ്ണൻജിയും പറഞ്ഞ പോലെ, മംഗളപത്രം വായിച്ചത് എൻ്റെ ക്ലാസ്മേറ്റ് കൂടി ആര്യൻ നരിപ്പറ്റ എന്ന സുഹൃത്തിന്റെ മകള് ഗൗരി വളരെ ഭംഗിയായിട്ട് അത് ആലപിച്ചപ്പോ ആ സദസ്സ് തന്നെ അങ്ങേയറ്റം ഇതായിപ്പോയി. കാരണം അത്ര ഭംഗിയായിട്ടാണ് ഇത് ആലപിച്ചത്. ഞാൻ ആലപിച്ചതിന്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. എനിക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ഇടാം. വളരെ ഭംഗിയായിട്ട് തന്നെ ആലപിച്ചു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ തോടയത്തിന്റെ അധ്യക്ഷനും മറ്റു കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ കാണിച്ച ആ സ്നേഹം അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം മുതലേ പറയാം, ഞാൻ ഏത് കണക്കാണെങ്കിലും ശരി, ഞാൻ 1990 ആദ്യമായിട്ടൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസർ എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോൾ 3 വർഷത്തോളം ഉണ്ടായിരുന്നു. അന്ന് എന്നോട് എൻ്റെ ഓഡിറ്റർ മിസ്റ്റർ ഏലിയാസ് ജോർജ് സാറ് പറയുന്നത്, നമ്മൾ ഏത് കണക്ക് ചെയ്താലും അതിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമ്മള് ഈ ചെയ്യുന്ന വർക്കിനെ കുറിച്ച് എപ്പോൾ ചോദിച്ചാലും അതിന് മറുപടി ഉണ്ടായിരിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള വിജയത്തിന് അടിസ്ഥാനം തന്നെ. ഏത് കാര്യമാണെങ്കിലും ശരി, എത്ര പെട്ടെന്ന് ചെയ്തു കൊടുക്കണോ അത് മാത്രമാണ് ഞാൻ എപ്പോഴും ഉദ്ദേശിക്കാറ്. കാരണം നമ്മൾ മറ്റൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരുടെ ക്യാഷ് കയ്യിൽ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കണക്കപ്പിള്ള അല്ലെങ്കിൽ അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് അവരോട് ഉത്തരവാദിത്വമുണ്ട്. 1 രൂപയെങ്കിലും 1 രൂപ തരുന്നവരോട് ഉത്തരവാദിത്വമുണ്ട്. ആ സ്നേഹം നമ്മളത് കാണിക്കണം, ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യണം എന്ന് എന്നും ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 60 വയസ്സിലും എനിക്ക് ഇന്നും കിങ് ഫോർട്ടില് ചീഫ് അക്കൗണ്ടന്റ് ആയിട്ട് തുടരാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ ആ സ്നേഹം അത്രയ്ക്ക് തന്നെയാണ്. അതുപോലെ തന്നെ അന്ന് കേസരി ഭവൻ എന്ന് പറഞ്ഞാൽ കേസരി ദിനപത്രത്തിന്റെ ഒക്കെ ഓഫീസൊക്കെയുള്ള കേസരി ഭവൻ ഓഡിറ്റോറിയത്തിലായിരുന്നു കഥകളി നടന്നത്. ജയകൃഷ്ണൻജിക്കൊക്കെ അന്ന് മുമ്പിലിരുന്ന വളരെയേറെ ആസ്വദിച്ച ആൾക്കാരൊക്കെ. അമ്മ പറഞ്ഞു, ഞാൻ അധികം കഥകളി ഒന്നും കാണാത്ത ആളാണ്. പക്ഷെ അന്നത്തെ ആ പ്രൗഢ ഗംഭീരമായ സദസ്സ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, വളരെ ഇതായിരുന്നു. ഈ സാധാരണ ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്, ഈ സന്താനഗോപാലം കഥ ആരെങ്കിലും അവതരിപ്പിക്കുമ്പോൾ അത് പൂർണ്ണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ വൈകുണ്ഠത്തിൽ, അതായത് അതിന്റെ കഥ ഇത്രയേ ഉള്ളൂ. ഒരു ശ്രീകൃഷ്ണനും അർജുനനും അടങ്ങുന്ന യാദവ സഭയിലേക്ക് ഒരു ബ്രാഹ്മണൻ ഒരു ശിശുവിന്റെ ശവവുമായിട്ട് എത്തുകയാണ്. അദ്ദേഹം അങ്ങേയറ്റം വിലപിച്ച് ക്രുദ്ധനായി തന്നെയാണ് വരുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ കൃഷ്ണന്റെ ഭരണത്തിന്റെ ഇടയില് എന്റെ 9 കുട്ടികളും മരിച്ചുപോയി. പ്രസവത്തോടു കൂടി തന്നെ മരണപ്പെട്ട എന്റെ 9 കുട്ടികൾ, ഇത് 10ാമത്തെ പ്രസവം നടക്കാൻ പോവാണ്. ഈ കൃഷ്ണൻ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ക്ഷോഭം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ടാണ്.
ആ സമയത്ത് ശ്രീകൃഷ്ണനും അർജുനനുമാണ് സദസ്സിലുള്ളത്. ഈ അല്ല ഈ വേദി ഇതില് എന്താ പറയാ സഭയിൽ ഇരിക്കുന്നത്. മറ്റു വേഷങ്ങളുണ്ട്, ബലരാമനൊക്കെ ഉണ്ട്, പക്ഷെ സാധാരണ കഥകളിയിൽ അത് കാണിക്കാറില്ല. കൃഷ്ണനെയും അതുപോലെ തന്നെ അർജുനെയും കാണിക്കാറുള്ളൂ. അവിടെ വന്ന് ഇത്രയധികം കൃഷ്ണനായിട്ട് പറയുമ്പോഴും ഈ ശ്രീകൃഷ്ണൻ എല്ലാം കേട്ട് നിസ്സംഗനായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ അർജുനൻ അന്ന് ഈ അതിനു മുമ്പ് കുറച്ചു ദിവസം മുമ്പാണ് ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നത്. അർജുനന് ഇങ്ങനെ ആകെ ഒരു എന്താ ആലോചിക്കുക. കാരണം വെച്ചാൽ ഇത്രയും ബ്രാഹ്മണൻ ഇത്രയെല്ലാം ക്രുദ്ധനായിട്ട് പറഞ്ഞിട്ടും കൃഷ്ണൻ ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ട് മൗനം ഇതായിട്ടിരിക്കുകയാണ്. അപ്പൊ രാജ്യം ഭരിക്കുന്ന ഒരാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് വേണ്ട രീതിയിൽ പ്രയോജനം ചെയ്യുന്നില്ല എന്ന് തോന്നി അദ്ദേഹത്തിന്. അർജുനൻ പറഞ്ഞു സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും കേട്ടിട്ടും ഇദ്ദേഹത്തിന്റെ കോപം അടങ്ങുന്നില്ല. ഒടുവിൽ അത് അർജുനൻ പറയുകയാണ്, ഞാൻ എന്താ പറയുക ക്ഷത്രിയനാണ്, ക്ഷത്രിയ വീര്യമുള്ള ഞാൻ ഉള്ളപ്പോ ഇനി നിങ്ങൾ പേടിക്കണ്ട. ആരൊക്കെ എന്തുണ്ടെങ്കിൽ ശരി, അടുത്ത കുട്ടിക്ക് തീർച്ചയായിട്ടും ജീവനോടെ തന്നെ ഞാൻ അങ്ങേക്ക് ഇത് രക്ഷ നൽകും എന്ന് പറയാം. അപ്പൊ ഇതിനു ശേഷം ബ്രാഹ്മണൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. എന്നാൽ പോലും ഒടുവിൽ ഈ ഇദ്ദേഹം വാക്കുകളൊക്കെ പറഞ്ഞ് അതൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള രംഗങ്ങളാണ്. സന്താനോപലം കഥകളി കാണേണ്ട കഥകളി തന്നെയാണ്. അപ്പൊ ഒടുവിൽ അദ്ദേഹം സമ്മതിക്കുന്നു. ആ സമയത്ത് പോലും കൃഷ്ണൻ ഇതിനു വേണ്ടിയിട്ടൊന്നും മിണ്ടുന്നില്ല. ശേഷം ഇതിന് അദ്ദേഹം സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ഒരു വിശ്വാസക്കുറവുണ്ട്. കൃഷ്ണനും ബലരാമനും ഒന്നും സഹായിച്ചിട്ടില്ല, പിന്നെയാണോ ഈ ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 10ാമത്തെ പ്രസവം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ വിവരം അറിയിക്കുന്നു. അദ്ദേഹം ഒരു ശരകൂടാരം ഉണ്ടാക്കുന്നു. ഇയാൾ ഈ ടെൻഷനൊക്കെ കാണും. ഈ പ്രസവത്തിന് മുമ്പ് ലേബർ റൂമിന്റെ മുമ്പിൽ ഭർത്താവ് ടെൻഷൻ അടിച്ച് നടക്കുന്ന പോലെയൊക്കെയുള്ള ആ രംഗങ്ങൾ വളരെ ഇതാണ്. അവസാനം ഇദ്ദേഹം അർജുനൻ അമ്പും ശരവും ഒക്കെ ആയിട്ട് കാവല് നിൽക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി. അപ്പോഴാണ് അകത്തുനിന്ന് കരച്ചിൽ കേൾക്കുകയാണ്. സൂതികർമ്മിണി ഈ കുട്ടിയുടെ ശവം പോലും കാണുന്നില്ല എന്നും പറഞ്ഞിട്ടൊരു ഇത് പറയാണ്. അതോടുകൂടി ബ്രാഹ്മണൻ അങ്ങേയറ്റം ക്രുദ്ധനായിട്ട് ശപിക്കും, അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ടുള്ള രംഗങ്ങളാണ്. ഈ ശേഷം ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അർജുനൻ അഗ്നികുണ്ഡത്തിൽ ചാടി മരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ശ്രീകൃഷ്ണൻ വന്ന് കൈ പിടിച്ച് തടയുകയാണ്. അപ്പോഴും ഇദ്ദേഹം സമ്മതിക്കില്ല. ഒടുവിൽ പറഞ്ഞു, കുട്ടികളാരും മരിച്ചിട്ടില്ല, എല്ലാവരെയും വൈകുണ്ഠത്തില് കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു നല്ല ഇതിലേക്ക് പോകും. ആ സമയത്ത് ഇവര് കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കുട്ടികൾ വേണം, 10 കുട്ടികൾ വേണം. സാധാരണ ഒരു സന്താനോപാലം കഥകളി അവതരിപ്പിക്കുമ്പോൾ 10 കുട്ടികൾ പോയിട്ട് 5 കുട്ടികളെ പോലും കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനെല്ലാം നോക്കി വെച്ചിരുന്നു, ആരൊക്കെ വരും എന്നൊക്കെ ഏകദേശം ഒരു കണക്കുണ്ടായി. 10 കുട്ടികളെയും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടി. എല്ലാവർക്കും ഉടുക്കാനുള്ള മുണ്ടും ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. അവർക്കൊക്കെ അത് കൊടുത്ത് വളരെ സന്തോഷത്തോടുകൂടി അത് അരങ്ങിൽ അവതരിപ്പിച്ചു. എന്തായാലും ആ കഥകളിക്ക് നമ്മുടെ കലാമണ്ഡലം കേശവൻ നമ്പൂതിരി എന്ന് ഞങ്ങൾ വിളിക്കുന്ന കുളപ്പുറം കേശവേട്ടൻ, അദ്ദേഹമായിരുന്നു ബ്രാഹ്മണൻ. ഈ ഇന്നത്തെ കഥകളി രംഗത്ത് ഈ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്ന ഈ ബ്രാഹ്മണ വേഷം, അതായത് സന്താനോപാലത്തില്, അതുപോലെ തന്നെ ഇതിലൊക്കെ ഉണ്ട്, വേറെ ചില കഥകളിലൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന് ബ്രാഹ്മണനെ കഴിഞ്ഞിട്ട് ആ വേഷം അതിന് പാകത്തിലുള്ള ശരീരമാണ്. ആ ശരീരം കൂടി നോക്കണം. നമ്മളിപ്പോ ഒരു വേഷം വരുമ്പോ മെലിഞ്ഞ ഒരാൾ വന്നിട്ട് വലിയൊരു ഇത് കാണിക്കുന്നതും അതിന് പാകത്തിനുള്ള ആൾ വന്ന് കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ്. ഇദ്ദേഹത്തിന്റെ അവതരണം ഭയങ്കര ഇത്. അപ്പൊ അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കോട്ടക്കൽ ദേവദാസനെയാണ് ഞാൻ, കാരണം അദ്ദേഹം എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. PSV നാട്യസംഘത്തിലെ പ്രധാനിയാണ്, അവിടുത്തെ കോളേജ് പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിനെയാണ് ഞാൻ ബ്രാഹ്മണനായിട്ട് കണ്ടത്. പക്ഷെ അന്ന് അദ്ദേഹം എല്ലാ ഏറ്റെങ്കിലും പിന്നീട് അന്ന് ട്രൂപ്പിന്റെ കളി ഉള്ളതുകൊണ്ട് മാറി. അതിന് പകരമാണ് ഇദ്ദേഹത്തിനെ വിളിച്ചത്. ഇദ്ദേഹത്തെ വിളിച്ചതിൽ ഏറെ സന്തോഷം ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം മറ്റേ ദേവദാസ്ജിയെ കൊണ്ടുവരാൻ പറ്റാത്തതിൽ വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ബ്രാഹ്മണ വേഷം അവതരിപ്പിച്ചു.
പീശപ്പള്ളി രാജീവൻ എന്ന ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഇന്ന് കഥകളിയെ കുറിച്ച് ഇത്രയേറെ തന്മയത്വത്തോടുകൂടി ഇതിനെയൊക്കെ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ പീശപ്പള്ളി രാജീവൻ. അദ്ദേഹം അർജുനായിട്ട് വന്നു. അതുപോലെ തന്നെ കോട്ടക്കൽ ഹരീശ്വരൻ ഞങ്ങളുടെ ഏത് പരിപാടിക്കും അഭിനയിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടെ വരുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു തന്നെയാണ് ഈ കഥ തെരഞ്ഞെടുത്തത് തന്നെ. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ സുജ കൊച്ചിവട്ടം ടീച്ചറാണ്. അവരെ ഞാൻ ബ്രാഹ്മണ പത്നിയായിട്ട് തെരഞ്ഞെടുത്തു. അങ്ങനെ കോട്ടക്കൽ മധു, കോട്ടക്കൽ വിനീഷ്, അതുപോലെ കരാമളം ജയപ്രസാദ് അങ്ങനെ ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് ഈ കഥകളി കഴിഞ്ഞു പോകുമ്പോ എന്നെ കണ്ടിട്ട് എല്ലാവർക്കും പോകാൻ പറ്റും. അപ്പൊ കാരണം എന്താ വെച്ചാൽ ഇവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അങ്ങനെ കൊടുക്കാറുണ്ട്. ചിലപ്പോ ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു കഥകളി നടത്തുമ്പോഴത്തേക്ക് ഏകദേശം 10-20 പേരോളം ആരെങ്കിലും അണിയറയിലും ആയിട്ടുണ്ട്. ഇവർക്കൊക്കെ കൊടുക്കാനുള്ള ക്യാഷ് ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഞങ്ങളുടെ ലൈഫ് ടൈം മെമ്പർഷിപ്പും അല്ലാതെ ആനുവൽ മെമ്പർഷിപ്പും ഒക്കെ ആയിട്ട് കുറെ പേരുണ്ടെങ്കിലും ആക്റ്റീവായിട്ട് ഉള്ളവരും കറക്റ്റായിട്ട് മെമ്പർഷിപ്പ് ഫീ സബ്സ്ക്രിപ്ഷൻ തരുന്നവരും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഓരോ കളി കഴിയുമ്പോഴും ടെൻഷനാണ്. കാരണം ഇവർക്കൊക്കെ കൊടുക്കാനുള്ളത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാതെ പറ്റില്ല. പലപ്പോഴും ഞങ്ങളൊക്കെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ചിട്ടി നടത്തിയൊക്കെ, കാരണം ഇതിനോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നത്. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സന്താനോപാലം കഥ അരങ്ങിൽ അവതരിപ്പിച്ചു. എല്ലാവർക്കും അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ അറിയാം, ഒരുപാട് കമന്റുകളൊക്കെ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നടത്തിയ കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ അവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല കണക്ഷനാണ്. അവിടെ ഞാൻ സാധാരണ ബുക്ക് ചെയ്യാറുള്ള ഓഡിറ്റോറിയത്തിൽ അന്നൊരു മാരേജ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തു പോയി. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും ഓഡിറ്റോറിയത്തിലെ മാനേജർ അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് തരണം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, കാരണം നമുക്കറിയാം ഇന്നിപ്പോ ഏത് മാരേജ് ബുക്ക് ചെയ്യുമ്പോഴും അല്ല തീരുമാനിക്കുമ്പോഴും ആദ്യം മുഹൂർത്തമൊന്നും അല്ല നോക്കുക, ഹാൾ ഒഴിവുണ്ടോന്നാണ്. അന്ന് ഏതോ ഒരു പാർട്ടി ഹാള് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ട് പോയിരുന്നു. അവര് അഡ്വാൻസ് ഒന്നും തന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് സാരമില്ല, കാരണം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവര് വന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും സുരേഷ് ഏട്ടന് തരാമെന്ന് പറഞ്ഞു. അവര് ഈ പറഞ്ഞ പോലെ വിളിച്ചപ്പോഴത്തേക്കും പിറ്റേ ദിവസം തന്നെ വന്ന് ക്യാഷ് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം അവര് സാധാരണ ആൾക്കാർ ചെയ്യുന്ന കാര്യം. അപ്പൊ ഞാൻ ഈ കേസരി ഭവൻ തൊട്ടടുത്ത് വലിയൊരു ഈ എന്താ പറയാ BJPയുടെ ഒക്കെ ആസ്ഥാനം തന്നെയാണ്. അവിടുത്തെ വലിയ ഒരു ഇതാണ്. അവിടെ നല്ലൊരു ഹാൾ ഉണ്ടോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ മണിക്കൂറിനാണ് ക്യാഷ് എടുക്കുക. പക്ഷെ എന്നോടൊരു ഞങ്ങൾ ഏകദേശം 4-5 മണിക്കൂറോളം എടുത്തെങ്കിലും വെറും 3 മണിക്കൂറിന്റെ ക്യാഷ് മാത്രമേ അവർ എന്നോട് എടുത്തുള്ളൂ. അപ്പോൾ കാരണം വെച്ചാൽ അവരും ഇതുപോലെ തന്നെ. പിന്നെ ഓരോരുത്തരാണെങ്കിലും ശരി, ലൈറ്റ് ആൻഡ് സൗണ്ട് വന്നയാളുടെ ഞാൻ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു എനിക്ക് വേണ്ട, സുരേഷിന്റെ പരിപാടി അതിന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പൊതുവെ കാരണം ഇതൊക്കെ എനിക്ക് ഞാൻ അവരോട് എങ്ങനെ പെരുമാറുന്നു അവരതുപോലെ എന്നെ തിരിച്ചും കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു. എന്തായാലും അന്നത്തെ ദിവസം അവിടെ വന്ന ആളുകൾക്കൊക്കെ അറിയാം എത്ര ഹരിദാസിക്കൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അന്ന് അവിടെ വന്ന് വേദിയിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആളാണ്. എല്ലാവരും വളരെ നല്ല വാക്കുകൾ കൊണ്ട് എന്നോട് സ്നേഹം പങ്കിട്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് തന്നെ മാറി. അത് ഈ ജഗദീശ്വരന്റെ അനുഗ്രഹത്താലാണോ അതോ ഈ നമ്മള് എന്താ പറയാ എല്ലാവർക്കും നല്ലത് വരണം എന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ആളായതുകൊണ്ട് ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണോ എന്നറിയില്ല. എന്തായാലും എൻ്റെ 60-ാം പിറന്നാൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷവും എന്താ പറയാ അഭിമാനവും തോന്നുന്നു. കാരണം നമ്മുടെ ശ്രീശങ്കര ആദിശങ്കര പ്രസ്ഥാനത്തെ കുറിച്ചുള്ള വാക്കുകളൊക്കെ അവിടെ ആ ഹാളിൽ മുഴങ്ങി കേട്ടപ്പോൾ, കാരണം ഒരിക്കലും അവിടെ അങ്ങനെ ഒരു വേദിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് തന്നെ ഇത്രയൊക്കെ കേട്ടപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നു. സജി പറഞ്ഞ പോലെ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും 2 വരി ഞാൻ ചൊല്ലാം. നമ്മുടെ കഥകളിക്ക് മംഗള ശ്ലോകം, അതായത് കോട്ടയത്ത് തമ്പുരാൻ ഒരുപാട് പല കഥകളും എഴുതിയിട്ടുണ്ട്. അപ്പോ
പലപ്പോഴും എഴുതിയിരിക്കുന്നത് ഈ എന്താ പറയാ ആ ദേവിയെ കണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീ പോർക്കലി ദേവി. അവരോടുള്ള ആ ഒരു ബഹുമാനം നിലനിർത്തിയാണ് ഈ കഥ പലപ്പോഴും തുടങ്ങുന്നത്. മാതങ്കാനനമബ്ജവാസരമണീ ഗോവിന്ദമാത്യം ഗുരും വ്യാസം പാണിനി ഗർഗനാരദ ഗണാദദ്യൻ മുനീന്ദ്രാൻ ബുധാൻ ദുർഗാഞ്ജാവി മൃദംഗശൈലനിലയാം ശ്രീ പോർക്കലീമിഷ്ടദാം ഭക്ത്യാ നിത്യമുപാസ്മഹേ സവദിന കുർവന്തമീ മംഗളം. മൃദംഗശൈലേശ്വരിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് എപ്പോഴും കോട്ടയത്ത് തമ്പുരാൻ കഥകളി ആട്ടക്കഥകൾ രചിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് നൽകിയ സ്നേഹത്തിനും ആ സൗഹൃദത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, നിങ്ങളുടെ ഈ വാക്കുകൾക്ക്. എനിക്ക് തോന്നുന്നു സജനാജിയുടെ ഒരു പല്ലവി, ഒരു 4 വരി കവിതയോ ഏതെങ്കിലും കീർത്തനമോ ഏതെങ്കിലും ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. അതുകൂടാതെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി, അതായത് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി സുരേഷ് ഏട്ടൻ ഇങ്ങനെ ഒരു പരിപാടി, കാരണം ഞങ്ങൾക്ക് ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. അപ്പൊ അത് സരസ്വതി ഏട്ടത്തെയും പലരും അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാനത് മനസ്സിൽ ഒന്ന് വിചാരിച്ചു, കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓൺലൈൻ പരിപാടിയായിട്ട് നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അത് ഉടനെ ഞാൻ ജയേട്ടനോട് ചോദിച്ചു. ജയേട്ടൻ ഉടനെ ഫുൾ സപ്പോർട്ട്, തീർച്ചയായിട്ടും വേണ്ടതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു. അത് പിന്നെ ഒരു മനോബലമായി. പിന്നെ നമ്മൾ ഇന്നിവിടെ ഈ പരിപാടിക്ക് വളരെയധികം ചുരുക്കം ആൾക്കാരെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളൂ. കാരണം സ്വാമിനിയായി അല്ല വിശ്വനാഥ് സാറായി അവർക്ക് പല പല പരിപാടികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പങ്കെടുക്കാതിരുന്നത്. അതുപോലെ നമ്മൾ സ്റ്റീരിംഗ് കമ്മിറ്റി മെമ്പർമാര്, അതേപോലെ കോർ ഗ്രൂപ്പിലുള്ള ചുരുക്കം ചില മെമ്പർമാർ നമ്മുടെ ഈ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. കാരണം അല്ലെങ്കിൽ ഇതൊരു പൂർണ്ണത ഇല്ലാതായി പോകുന്നുള്ളൊരു, കാരണം ആ ചടങ്ങിൽ പങ്കെടുത്തില്ല, പക്ഷേ പിന്നെ വീണ്ടും ഞങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചിട്ടുമില്ല. അപ്പൊ അത് ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. സുരേഷ് ഏട്ടൻ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെ ഒരു സ്നേഹവും ആദരവും എല്ലാം ഒന്ന് അർപ്പിക്കുവാനുള്ളൊരു ചടങ്ങായിട്ടാണ് ഇതിനെ കാണുക. ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തല്ല അങ്ങോട്ട് ഞങ്ങൾക്ക് വളരെയധികം ക്ഷമ ചോദിക്കുന്നു. കാരണം മനഃപൂർവ്വം അല്ലെന്ന് ധരിക്കുക. എന്തായാലും ഞാൻ സജനാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 4 വരി കീർത്തനം പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. സജനാജി. ജയശങ്കര. ജയശങ്കര. ജ്യോതിഷിയായിരിക്കും. ഓക്കെ. ജയശങ്കര. എന്തുപറ്റി? ഒന്നും കിട്ട അങ്ങനെ പറഞ്ഞ എനിക്ക് പെട്ടെന്ന് ഒന്നും വരില്ല. അല്ല, എന്തെങ്കിലും ഒരു 4 വരി ജസ്റ്റ് മനസ്സിൽ വരുന്നൊരു പാട്ട് അത്ര. മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ ശ്രീരമണീ കുച ദുർഗവിഹാരേ ശ്രീരമണീ കുച ദുർഗവിഹാരേ സേവകജന മന്ദിര മന്ദാരേ സേവകജന മന്ദിര മന്ദാരേ പരമഹംസ മുഖ ചന്ദ്രചകോരേ. ഇതിന്റെ അർത്ഥം മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് സഞ്ചരിക്കുന്ന ഭക്തന്മാരെ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ പീലിത്തിരിമുടിയും അതിൽ മാത്രം ആവട്ടെ നിങ്ങളുടെ ശ്രദ്ധ. അങ്ങനെ ഒരു അർത്ഥം വരുന്ന നല്ല ഒരു വരിയാണ്. ഇപ്പൊ എനിക്ക് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ജയശങ്കര, അത്ര എനിക്ക് പറയാൻ. ജയശങ്കര, അത് സുരേഷ് ജിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. വളരെ സന്തോഷം സജ്ജനാജി. എന്തായാലും നമുക്ക് ആശംസകൾ എല്ലാവരും നേർന്നു കഴിഞ്ഞാൽ ആരെയും വിട്ടുപോയിട്ടില്ലെന്ന് കരുതുന്നു.
സുരേഷ് ചേട്ടൻ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വിശിഷ്യ സുരേഷ് ചേട്ടനും വളരെ നന്ദി. അങ്ങനെ തിരക്കിട്ട സമയത്തിനുള്ളിലാണെങ്കിലും നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അങ്ങ് എത്തിയതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര ജയശങ്കര ജയശങ്കര. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ജയശങ്കര ജയശങ്കര. ജയശങ്കര ജയശങ്കര.